ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമായി. എല്ലാ റേഷൻ കടകളിലേക്കും വിതരണത്തിന് ആവശ്യമായ സ്റ്റോക്കുകൾ എത്തിയതോടെ എല്ലാ റേഷൻ കടകളിലും സജീവമായി എല്ലാ റേഷൻ വിഹിതങ്ങളും വിതരണം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെട്ടുള്ള റേഷൻ വിഹിതങ്ങൾ നിങ്ങൾ പോയിട്ട് വാങ്ങുക. സംസ്ഥാനത്ത് പുതിയ മുൻഗണന പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കുള്ള മുൻഗണന കാർഡുകളുടെ വിതരണം വിവിധ സ്ഥലങ്ങളിൽ പുരോഗമിച്ച് വരികയാണ്. ഇതിന് അർഹരായിട്ടുള്ള 1,20,000-ഓളം ആളുകൾക്ക് ഈ മാസം 15-നകം മുൻഗണനാ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഓണത്തിന് വിതരണം ചെയ്ത ഓണക്കിറ്റിൽ ഏലക്കയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് മന്ത്രി GR അനിലിന് തെളിവ് സഹിതം ലഭിച്ച പരാതി വിജിലൻസിന് കൈമാറിയതായി അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. പൊതുവിതരണ വകുപ്പ് ഡയറക്ടറേറ്റിലെ വിജിലൻസ് വിഭാഗത്തിനാണ് അന്വേഷണ ചുമതല. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിനും സാധ്യത ഉള്ളതിനാൽ പുറത്തിറങ്ങുന്ന ആളുകൾ സൂക്ഷിക്കണമെന്നും അറിയിക്കുന്നു. സാധാരണ വീടുകളിൽ മഴ വരുന്ന സമയത്താണ് ഉണക്കാൻ ഇട്ടിരിക്കുന്ന തുണികളെല്ലാം എടുത്തു വെക്കാൻ സ്ത്രീകൾ പോവാറുള്ളത്. ഈ സമയം വളരെയധികം സൂക്ഷിക്കണം. ഇടിമിന്നൽ ഏൽക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. +1 പ്രവേശനത്തിനുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് പട്ടികയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. +1 സീറ്റ് ക്ഷാമം രൂക്ഷമാണെന്ന പരാതികൾക്കിടെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 4,65,219 പേർ ആകെ അപേക്ഷിച്ചപ്പോൾ 2,18,418 പേർ മാത്രമാണ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പട്ടികയിൽ ഇടം പിടിച്ചത്. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പട്ടികയിലുള്ളവരുടെ പ്രവേശന നടപടികൾ നടക്കുക. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളിൽ TC ഇല്ലാതെ ചേരാമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഇത് സംബന്ധിച്ച് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. നിയമസഭയിൽ AN ഷംസീർ MLA സബ്മിഷന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്ന് 12,616 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 14,516 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 98,762 സാമ്പിളുകളാണ് പരിശോധിച്ചത്. നിലവിൽ 1,22,407 പേർ ചികിത്സയിലുണ്ട്. 134 മരണം കൂടി സ്ഥിരീകരിച്ചതോടുകൂടി 27,811 മരണമായി. കോവിഡ് നെഗറ്റീവായവരുടെ ഒരു മാസത്തെ കോവിഡാനന്തര ചികിത്സ സൗജന്യമാക്കിക്കൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. കോവിഡ് ബാധിച്ച നെഗറ്റീവായവർ ഒരു മാസത്തിനുള്ളിൽ മരിച്ചാൽ കോവിഡ് മരണമായി സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഇതേ പരിഗണന കോവിഡ് ഭേദമായവരുടെ ചികിത്സക്കും ലഭ്യമാക്കേണ്ടതല്ലേ എന്നും കോടതി അഭിപ്രായപ്പെട്ടു. കോവിഡാനന്തര ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. കോവിഡ് നെഗറ്റീവായതിനു ശേഷം നിരവധി പേർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സർക്കാരിനെ കോടതി ഓർമ്മിപ്പിച്ചു. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരിൽ നിന്ന് ചെറിയ തുക മാത്രമാണ് ചികിത്സയ്ക്ക് ഈടാക്കുന്നത് എന്ന് സർക്കാർ വിശദീകരിച്ചു. എന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള എല്ലാവരും കോടീശ്വരന്മാരല്ലെന്ന് ജസ്റ്റിസ് ദേവൻ ചന്ദ്രൻ പറഞ്ഞു. 27,000 രൂപ പ്രതിമാസ ശമ്പളം ഉള്ള ഒരാളിൽ നിന്ന് പ്രതിദിനം മുറി വാടക 700 രൂപ ഈടാക്കുന്നുണ്ട്. അത് നൽകിക്കഴിഞ്ഞാൽ ഭക്ഷണത്തിന് പണം കണ്ടെത്താൻ അയാൾ എന്തു ചെയ്യുമെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. രാജ്യത്ത് വീണ്ടും പാചകവാതക വില വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനാണ് 15 രൂപ വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് കൊച്ചിയിലെ ഇന്നത്തെ വില 906 രൂപ 50 പൈസയാണ്. കഴിഞ്ഞ 9 മാസത്തിനിടെ 205 രൂപ 50 പൈസയാണ് വർദ്ധിച്ചത്. തുടർച്ചയായ 7ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. ഇതോടെ തിരുവനന്തപുരത്ത് പെട്രോൾ വില 105 രൂപ കടന്നു. പെട്രോൾ വില 105 രൂപ 18 പൈസയും ഡീസലിന് 98 രൂപ 38 പൈസയുമാണ് പുതുക്കിയ നിരക്ക്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് നിർമ്മാണ മേഖല തിരിച്ചു വരുന്നതിനിടെ സംസ്ഥാനത്ത് സിമന്റ് വിലയും കുതിച്ചുയരുകയാണ്. 2 ദിവസത്തിനിടെ 125 രൂപയാണ് ഒരു ചാക്ക് സിമന്റിന് കൂടിയത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും ഇന്ധന വിലയുടെ വർധനവുമാണ് വില കൂടാൻ കാരണമായത് എന്ന് കമ്പനികളുടെ വിശദീകരണം. 390 രൂപയുണ്ടായിരുന്ന ഒരു ചാക്ക് സിമന്റ് വില കഴിഞ്ഞ ദിവസങ്ങളിൽ 445 രൂപ വരെ എത്തിയിരുന്നു. ഇപ്പോൾ അത് 525 രൂപയാണ് വില. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പുതിയ വിജ്ഞാപനം പുറത്തിറക്കി.
ഇത് പ്രകാരം 2021 ഏപ്രിൽ 1 മുതൽ പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ നിലവിലെ തുകയുടെ 8 മടങ്ങ് പണം നൽകേണ്ടി വരും. കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് സംസ്ഥാന തലത്തിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പച്ചക്കറി വിൽപ്പന വാൻ സജ്ജമാക്കുന്നതിന് ധനസഹായം നൽകുന്നു. 48 ലക്ഷം രൂപയാണ് ധനസഹായം നൽകുന്നത്. പ്രാദേശികമായി ലഭ്യമാകുന്ന പഴം, പച്ചക്കറികളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രാദേശിക സഹകരണ സംഘങ്ങൾ, ഹോർട്ടികോർപ്പ്, VFPCK, കുടുംബശ്രീ, സ്വയം സഹകരണ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാം.